ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മിനിഞ്ഞാന്നക്കത്തെ മിറാജിൻ്റെ നോമ്പിൻ്റെ വിശേഷങ്ങളും പിന്നെ അതിൻ്റെ തലേ ദിവസം എൻ്റെ വീട്ടിലേക്ക് പോയ വിശേഷങ്ങളുമായിട്ടാണ്. ഒക്കെ കൂടെ വന്നിട്ടില്ല കേട്ടോ, കാരണം കേരള യാത്ര ഉണ്ടായിരുന്നില്ല, തിരുവനന്തപുരത്ത് അങ്ങോട്ട് പോയതായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ ആങ്ങളെയും 3 കുട്ടികളും നാത്തൂനും പിന്നെ ഉമ്മയാണ് കേട്ടോ ഉള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരേ ഒരു ആഗ്രഹം, ഇപ്പോഴത്തെ ട്രെൻഡിങ് അല്ലേ, വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തുകൊണ്ട് മസാല അടിച്ചിട്ട് അത് കഴിക്കാൻ ഇപ്പോഴത്തെ ട്രെൻഡിങ്. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ മുന്നോട്ട് ഇറങ്ങി. കത്തുപാട്ട് പാടി നടന്ന് കാട്ടുമുല്ല ചോട്ടിലിരുന്ന് കണ്ണുകൊണ്ടു കളം വരച്ച് കാത്തിരുന്നോള് കത്തുപാട്ട് പാടി നടന്ന് കാട്ടുമുല്ല ചോട്ടിലിരുന്ന് കണ്ണുകൊണ്ട് കളം വരച്ച് കാത്തിരുന്നോള് കണ്ടു തീർത്ത കിനാവും കോർത്ത് പണ്ട് പാടിയ പാട്ടും ചേർത്ത് കൽബിനുള്ളിലെ കതക് തുറന്ന് പാട്ടെറിഞ്ഞോള് കത്തുപാട്ട് പാടി നടന്ന് കാട്ടുമുല്ല ചോട്ടിലിരുന്ന് കണ്ണ് കൊണ്ടു കളം വരച്ച് കാത്തിരുന്നോള് തോറ്റ് ഇരുന്ന ബെഞ്ചില് കൊതുക് പോലെ മെലിഞ്ഞിരുന്ന് കണ്ണിൽ വീണ കരട് പോലെ ചേർന്നിരുന്നോള് കത്തുപാട്ട് പാടി നടന്ന് കാട്ടുമുല്ല ചോട്ടിലിരുന്ന് കണ്ണ് കൊണ്ട് കളം വരച്ച് കാത്തിരുന്നോള് കത്തുപാട്ട് പാടി നടന്ന് കാട്ടുമുല്ല ചോട്ടിലിരുന്ന് കണ്ണ് കൊണ്ടു കളം വരച്ച് കാത്തിരുന്നോള്. അങ്ങനെ നമുക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല കേട്ടോ, പുറത്തൊന്ന് പാടി നോക്കിയതാണേ. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ശനിയാഴ്ച വീട്ടിലേക്ക് പോന്നു കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ഏർപ്പാടിലായി. അപ്പോൾ ഇന്ന് പിന്നെ ഞങ്ങൾ 3 പേർക്കും നോമ്പ് തന്നെ ആയിരുന്നു കേട്ടോ. മോൾക്കാണ് നോമ്പില്ലാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഷിബിലി മോൻക്കും നോമ്പുള്ളതുകൊണ്ട് ഇതിൻ്റെ തട്ടിക്കൂട്ടൊന്നും നടക്കൂല കേട്ടോ. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടോ. വത്തക്കയും മുന്തിരി ഓറഞ്ചും പിന്നെ ഉള്ളിവടയും പിന്നെ കുറച്ച് പൊറാട്ടയും വാങ്ങിച്ചു, പിന്നെ കുറച്ച് പത്തിരി ഉണ്ടാക്കി. അങ്ങനെ നമ്മുടെ നോമ്പാണ്ട് ഉഷാറായിട്ടോ. അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് കുക ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ അത് കുടിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വത്തുമണികൾ പഠിക്കുകയാണ് കേട്ടോ. നമ്മൾ ഷിബിലി മോൾക്ക് ഓതി കൊടുക്കുകയാണേ. ഞങ്ങളപ്പോൾ ചായയും കടിയൊന്നും കുടിച്ചില്ല കേട്ടോ. ഞങ്ങൾ ഫ്രൂട്ട്സ് വെള്ളം വെള്ളമൊക്കെയാണ് കേട്ടോ കുടിച്ചത്. ചായ പിന്നെ കിടക്കുന്ന സമയത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സ്വത്തുമണികൾ മദ്രസയത്തെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ ഇക്കാക്കുള്ള മസാലടി. അപ്പോൾ അതൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് തിന്നാൻ നിൽക്കുമ്പോഴേ നമ്മളെ പിന്നെ ഇത് തിന്നിട്ട് ഒരു ലൂസ് മോഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ അതങ്ങനെ കാണിച്ചു തരികയാണ് കേട്ടോ. ഞങ്ങളിതുപോലെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും വന്നില്ല കേട്ടോ. ഈ ഫോൺ ഡിസ്പ്ലേ പോയൊരു പഴയ ഫോണാണേ. ഇങ്ങനെ സംഭവിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇത് ഇങ്ങനെ മസാല അടിച്ച് കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കാൻ മതി. ആ സ്പോട്ടിൽ തന്നെ വെള്ളം കുടിച്ചാലാണ് കേട്ടോ നമുക്ക് പണി കിട്ടുക. ഇവിടെ പിന്നെ ഏത് നോമ്പാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ ഒരു സുർക്കയിലിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കൂട്ടാ. അപ്പോൾ പിന്നെ ഇതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഏതായാലും ഇപ്പോഴത്തെ ട്രെൻഡിങ്ങും അല്ലേ. അങ്ങനെ അത് അത്യാവശ്യത്തിനൊക്കെ കഴിച്ചു കേട്ടോ. കൂടുതലായൊന്നും കഴിച്ചില്ല, നോമ്പ് നോറ്റ വയറല്ലേ. അങ്ങനെ അത് കുറച്ച് കഴിച്ചതിന് ശേഷം മിക്കും ഷിബിലി മോനും കൂടി ഇഷ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയിട്ടോ. അപ്പോഴേക്കും നമ്മൾ ചെറിയ സ്വത്തുമണിക്ക് വിശന്ന് തുടങ്ങിയിട്ടോ. അപ്പോൾ പൊറാട്ടയും കറിയും വേണമെന്ന് പറഞ്ഞിട്ട് അവൾ കഴിക്കുകയാണേ. അങ്ങനെ അവളത് കഴിച്ചതിന് ശേഷം അവൾ നിസ്കാരം പഠിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ ഉറങ്ങി. അങ്ങനെ നമ്മൾ ഷിബിലി മോൻ്റെ പഠിത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ പിന്നെ 9:30 വരെ പഠിച്ചു. പിന്നെ അവനക്ക് ഫോണിൽ നോക്കിയിട്ട് ഓരോ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ടി വി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കാണുന്ന ഒരേ ഒരു പ്രോഗ്രാമാണ് കേട്ടോ, ഐഡിയ സ്റ്റാർ സിംഗർ. രാത്രി എവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഐഡിയ സ്റ്റാർ സിംഗർ ആകുമ്പോഴേക്ക് വീട്ടിലെത്തും കേട്ടോ. പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ.
പാട്ട് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ലല്ലോ അല്ലേ. എന്നാൽ പിന്നെ പാട്ടിൻ്റെ കൂടെ ഫുഡും കൂടി കഴിക്കാമെന്ന് വിചാരിച്ച് രാത്രിക്കുള്ള ഫുഡ് കഴിക്കുകയാണേ. ആർക്കും വലിയ ആവശ്യമൊന്നുമില്ല കേട്ടോ ഫുഡിന്, എന്നാലും കുറച്ചൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു. എങ്ങനെയായാലും നാളത്തേക്ക് എങ്ങനെയായാലും ബാലൻസ് വരും. അങ്ങനെ ഇന്നത്തെ നോമ്പ് തുറ നല്ല കുശാലായിട്ടാണ് നമ്മൾ ഷിബിലിമോൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു അടുക്കളയിൽ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.